തണുത്ത് കിടക്കുക, തണുത്ത് മഴക്കുഴി മഴക്കുഴി. മഴ പെയ്തുകൊണ്ട് നിൽക്കുവാണ്, വെള്ളപ്പൊക്കമാവും. മഴ നമസ്കാരം. മഴയാണ് ഞങ്ങൾ. എൻ്റെ ഒരു കുട്ടിപ്പിശാൽ. ഞങ്ങൾ മഴയായോണ്ട് പുഴയിലെ ആറ്റിലെ ജലനിരപ്പൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ ഗ്രാമഭംഗി, മഴയുടെ സൗന്ദര്യമൊക്കെ കാണാം. ഒരു ഫോറസ്റ്റ് അനുഭവമായിരിക്കും ഈ ഏരിയ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഏരിയ ഒക്കെയാണിത്. റബ്ബറും തോട്ടമുണ്ട്, മലയുണ്ട്, പുഴയുണ്ട്. ഇത് അങ്ങ് കാണുന്നു. പുഴയുടെ വെള്ളം കൂടിയത് കളർ മാറിയതുകൊണ്ട് പുഴ ഒഴുകുന്ന ഇവിടുന്ന് കാണാൻ പറ്റും. വെള്ളം കൂടിയോ പറഞ്ഞാൽ നമുക്ക് പോയി നോക്കാം. ചേട്ടനും അനിയനും കൂടെ താണ്ട് പോകുന്ന ഒരു കുടയിൽ. ഇപ്പോൾ നല്ല ഒരുമയാണ്, പിന്നെ അടിയാ. ഇതും ഒരു റബ്ബർ തോട്ടം, റബ്ബറും തോട്ടം. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഈ ഏരിയയിലൊക്കെ ആനയും വരാൻ തുടങ്ങി, കാട്ടാന. ഈ ചക്കയൊക്കെ ഉള്ളതുകൊണ്ടേ അതിൻ്റെ മണമടിച്ച് ആന ഇവിടെയും വന്നു. നമ്മുടെ പറമ്പിലൊന്നും വന്നില്ല, ദൈവം കാത്തു. ഈ പറമ്പിലായിരുന്നു പണ്ട് ഞങ്ങളുടെ സ്റ്റേഡിയം, ക്രിക്കറ്റ് സ്റ്റേഡിയം, ചാണ്ടി സ്റ്റേഡിയം. ഇവിടെ പണ്ട് ക്രിക്കറ്റ് പൂരമായിരുന്നു. ഇവിടെ നമ്മൾ വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഇറങ്ങും, എന്നിട്ടൊരു കൂവ് കൂവും. അപ്പോൾ മേളി മലയിലുള്ള ആള്, നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഇവിടെ വരും. പിന്നെ ഒരു പൂരമാണ് അന്ന് കേട്ടോ. ഞങ്ങോ ഇവിടെ ആയിരുന്നു ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നത്. എടാ ആരോണേ, ഇതായിരുന്നു ഞങ്ങളുടെ ക്രിക്കറ്റ് സ്റ്റേഡിയം. അപ്പോൾ ഇവിടെ 10-15 പേര് വരും കളിക്കാനേ. ഇപ്പൊ ഞങ്ങളുടെ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ കണ്ടോ. ഇതായിരുന്നു ഞങ്ങളുടെ ഒരു കാലത്തെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും പബ്ജിയും ഒക്കെ ഈ പറമ്പിലായിരുന്നു ഞങ്ങളുടെ. എൻ്റെയും കൂടുതൽ ഇവിടുത്തെ എന്താ പറയുന്നത്, ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ യുദ്ധക്കളം. മഹാഭാരതമൊക്കെ കണ്ടിട്ട് വന്നിട്ട് ഈ ചെടിയുടെ തലയൊക്കെ വെട്ടു. ഏതാ മറ്റേ കമ്മ്യൂണിസ്റ്റ് പച്ചയില്ലേ, ആ ചെടിയുടെയൊക്കെ തല വെട്ടിയായിരുന്നു ബാഹുബലി കളിച്ചോണ്ടിരുന്നത്. ഇന്ന് ബാഹുബലി ഇല്ലായിരുന്നു, പക്ഷെ അന്നറിയപ്പെടാത്ത ബാഹുബലി ആയിരുന്നു ഞങ്ങൾ. ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും ഇതൊന്നും ആവശ്യമില്ല, താല്പര്യമില്ല. എല്ലാവർക്കും ഗെയിം മതി, ഗെയിം. മഴക്കുഴി എടുത്തിട്ടേക്കുന്നതാണ് തൊഴിലുറപ്പുകാര്. മഴക്കുഴി എടുത്തു. ആഹാ, വെള്ളം നിറഞ്ഞു കിടക്കുന്നു. മഴക്കുഴി. അങ്ങനെ നമ്മുടെ സ്റ്റേഡിയം മൊത്തം കുളമായി. പണ്ട് മഴ പെയ്യുമ്പോൾ ഫുട്ബോൾ കളിയാണ്. കമ്പിളി നാരങ്ങയൊക്കെ ഇട്ടിട്ടാണ് ഫുട്ബോൾ കളിക്കുന്നത്. കമ്പിളി നാരങ്ങ എന്ന് പറഞ്ഞാൽ വലിയൊരു നാരങ്ങയില്ല മുറിച്ച് തിന്നുന്നത്. അതുകൊണ്ടൊക്കെ തട്ടി കളിക്കും ഫുട്ബോൾ. ഇത് ഞങ്ങൾ കളിക്കുന്നതിന് ശേഷം വെച്ച റബ്ബറാണ്. വേറൊരു ബ്ലോഗറൂടെ വരുന്നുണ്ട്. ബ്ലോഗറിന് നമ്മുടെ ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ കൊടുക്കുകയാണ്. വെറുതെ നമ്മൾ ആറ്റിലെ വെള്ളം ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു. പണ്ട് ഇവിടെ ഇത് വെള്ളം പൊങ്ങുമ്പോഴേ കേട്ടോ, നമ്മുടെ മേളിൽ വനത്തിലെ തടികളൊക്കെ ഒഴുകി വരുമായിരുന്നു. നിറയെ തടികൾ ഇതിലേ പോകുമായിരുന്നു. ഞങ്ങളുടെ പപ്പയൊക്കെ പിടിക്കുമായിരുന്നു ചെറിയ തടികളൊക്കെ. വിറകിനും ഇല്ലേ. വാ, പുഴുവൊക്കെ കടിക്കട്ടെ, കുറച്ച് പുഴുവൊക്കെ കടിക്കണം. നമ്പർ 1 മടിയന്മാരൊക്കെ. ഇനി വരുന്നൊരു തലമുറ ഇവിടെ ജീവിതം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. അപ്പൊ കൂട്ടുകാരെ, വേണ്ട ഞങ്ങളുടെ പുഴ കവിഞ്ഞൊഴിയുന്നു, കര കവിഞ്ഞു. വെള്ളപ്പൊക്കം. അയ്യോ, ഭയങ്കര വെള്ളമാണ്. മോനെ സൂക്ഷിക്കണേ കേട്ടോ. ഇവിടെ നിന്നാ മതി, അങ്ങോട്ട് പോവല്ലേ. പോകും വഴി. കാലൊന്നും ഇവിടെ കഴുകണ്ട, ഭയങ്കര ഡേഞ്ചറാടാ ഇറക്കാം. ഗായ്സ്, ഇതാണ് ഞങ്ങള് ഇവിടെ വന്നായിരുന്നു തുണിയൊക്കെ നനയ്ക്കുന്നത്. ഇപ്പൊ അവിടെ ഒരാൾ വെള്ളം അങ്ങാണ്, ഫുള്ള് നിറഞ്ഞു. ഇങ്ങനെ മഴ പെയ്തുകൊണ്ട് നിൽക്കുവാണ്, വെള്ളപ്പൊക്കമാവും. ഗൈസ്, പ്ലാവ് ചക്ക. കുറച്ചുകൂടെ നമുക്ക് പുഴയെ അടുത്ത് കാണാൻ പറ്റും വെള്ളപ്പൊക്കം. നമുക്ക് അങ്ങോട്ട് പോവാം. എവിടെ പോന്നു?
വ്ളോഗ് വെള്ളം കാണാൻ പോവാ. മഴക്കെടുത്തിക്ക അങ്കു എങ്ങോട്ട് പോന്നേ? ആ ഇവിടുന്ന് കണ്ടല്ലേ, ഇതൊക്കെ ഞങ്ങളുടെ പുഴ. ആന്നല്ലേ. നമുക്ക് കിണറ്റില് കൈയിട്ട് വെള്ളം കോരാം, കപ്പും കൊണ്ട് അല്ല തൊട്ടി കൊണ്ട്. അങ്ങ് പറഞ്ഞെന്ന് പറഞ്ഞ നീ അങ്ങ് വിശ്വസിച്ചോടാ, ഒക്കെ ചുമ്മാ പറയുന്നല്ലേ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലൊരു കുഞ്ഞിക്കുട നടന്നു പോകുന്നുണ്ട്. കുഞ്ഞിക്കുട, ഒരു കുഞ്ഞി പോപ്പിക്കുട നടന്നു പോകുന്നുണ്ട്. പോന്നങ്ങോട്ട്. ഇവിടെ ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് ഗൈസ്, വെള്ളച്ചാട്ടത്തിൽ പോകാം നമുക്ക്. ഇതാണ്ടോ വെള്ളം തോട്ടിൽ നിന്ന് വെള്ളം വരുന്നു. ആന്നല്ലേ, വിരുന്നുകാരാന്ന് വിചാരിച്ചില്ലേ? അത് ശരി. ആരിത്? ഗൈസ്, ഞങ്ങളെ കളഞ്ഞു പോയൊരു സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ട്. എത്ര വർഷമായി? 20 വർഷമോ? ഇദ്ദേഹമാണ് നമ്മൾ മുമ്പ് കാണിച്ച സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്നത് ഞങ്ങളൊക്കെയാണ്. നീ വന്നു. നമ്മുടെ ഒരു ബാല്യകാല സുഹൃത്തിനെ അങ്ങനെ അവിചാരിതമായിട്ട് കണ്ടുമുട്ടി. നമ്മളിപ്പോൾ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നൊക്കെ പറഞ്ഞില്ലേ, അവിടെ ഞങ്ങളൊക്കെ ആയിരുന്നു. രാവിലെ അവധി കാലങ്ങളിൽ രാവിലെ മുട്ട് കളിയായിരുന്നു. അവനൊരു 10-15 വർഷം ആയെന്ന് തോന്നുന്നു അവനെ ഇപ്പം കണ്ടിട്ട്. അങ്ങനെ അവനെയും കണ്ടു. അവൻ അബുദാബിയിലാണ്. അപ്പോൾ നമ്മൾ പുഴയെ ഒന്നുകൂടെ അടുത്ത് കാണാൻ പോവാണ്. പുഴയോരം നല്ല മഴയാണ്. ഒരു വേറൊരു മഴ കുട റബ്ബർ ഗൈസ്, ഇതാണ് റബ്ബർ മരം. ഇതിന് മഴക്കാലത്ത് ഇത് പ്ലാസ്റ്റിക് ഇടും വെട്ടാൻ വേണ്ടി. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോകും. ഇവിടെയൊക്കെ പന്നിയൊക്കെ ഇറങ്ങി കുത്തിയെന്ന് തോന്നും. ഇത് പന്നി ഇറങ്ങുന്ന സ്ഥലമാണ്. ചക്ക, കൂഴച്ചക്ക. വെള്ളം വേണ്ട കരയെ കയറാൻ വെമ്പി നിൽക്കുകയാണ്. വെള്ളം മരമാണ്. ഇപ്പോൾ ഇവിടെ എല്ലാം തോട്ടിലോട്ട് വെള്ളം കയറിയേക്കുവാണ്. പോകാം. ഇവിടെ കാറ്റടിച്ച് മരമെല്ലാം വീണ് കിടക്കുന്നു. എല്ലാം മഴ ഭയങ്കര മഴക്കെടുതികളാണ്. അന്നും ഇന്നും അവധി കിട്ടാൻ വേണ്ടി മഴയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്ന കാലമല്ല. ഇങ്ങനെ തണുത്ത് കിടക്കുക. ഇനി നമുക്ക് തോട്ടിൽ ഇച്ചിരി നേരം കളിക്കാം. ഇവിടെ മീനൊക്കെ കയറുമായിരുന്നു പണ്ട്, കോരി പിടിക്കാൻ. അതൊക്കെ ഒരു കാലം. ഇത് തോട്ട് മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. പണ്ട് ഇവിടെയൊക്കെ വെള്ളം പോകുമ്പോൾ ഞങ്ങൾ ചെങ്ങാടം കൊണ്ട് മറ്റേ ഇതില്ലേ വാഴപ്പിണ്ടി വെട്ടി ചെങ്ങാടം ഉണ്ടാക്കും. ഏതേ ബോട്ട് ചെങ്ങാടം. എന്നിട്ട് ഞങ്ങൾ വെള്ളത്തിൽ ഇങ്ങനെ നീന്തി കളിക്കും. ഏതേ പുഴപ്പാടും. ചെരുപ്പ് മേളിട്ടിട്ട് ഇങ്ങോട്ട് ഒഴുക്കടാ. ചെരുപ്പറി നല്ല കളിയാ. ഏതേ അപ്പം ലെറ്റ്സ് ഗോ. ഈ പുഴയും ശരി ഗായ്സ്, നമുക്ക് വീണ്ടും സന്ധിക്കാം. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും സേഫായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ.